ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് സമൃദ്ധി കൊതിക്കാത്തവരുണ്ടോ? ഇനി കൊതിച്ചാൽ പോരാ, അത് കിട്ടാനുള്ള മാർഗം നാം തിരിച്ചറിയണം. അതാണ് വചനം ആദരിക്കുക. ദൈവവചനം ആദരിക്കുന്നവർക്കാണ് ദൈവം സമൃദ്ധി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 20-ാമത്തെ വചനം എടുക്കുമ്പോൾ വചനത്തെ ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കും. ഉത്കർഷം എന്ന് പറഞ്ഞാൽ സന്തോഷവും അഭിവൃദ്ധിയും ചേരുന്നതാണ്. ആ ഒരു പാക്കേജാണ് ഈ ഉത്കർഷം എന്ന് പറയുന്നത്. ഇതാരാ ഇഷ്ടപ്പെടാത്തത്? നാം എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണം, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണം. ഇത് സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്: ദൈവവചനം ആദരിക്കുന്നവരായിട്ട് മാറുക. 2 സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒന്ന്, അമേരിക്കക്കാരി കാതറിൻ. അവരുടെ ഒരു പ്രത്യേകത, വചനം എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ്. അവരുടെ വീട്ടിൽ ഒത്തിരി ബൈബിള്, പല ഷേപ്പിലുള്ള പല ലാംഗ്വേജിലുള്ള ബൈബിള് അവര് സമാഹരിച്ച് അവിടെ ഇവിടെയെല്ലാം വെച്ചിട്ടുണ്ട്. വെച്ചിരിക്കുന്ന മാത്രമല്ല, പ്രദർശിപ്പിച്ചിരിക്കുന്ന മാത്രമല്ല, ഒരുപാട് സമയം അവർ വചനം വായിക്കും. പകല് കിട്ടുന്ന സമയത്തൊക്കെ അവര് വചനം വായിക്കും. കിടക്കാൻ പോകുമ്പോഴത്തേക്കും വീണ്ടും വചനം കേട്ട് കടന്ന് ഉറക്കത്തിലേക്ക് വരുമ്പോഴാണ് റെക്കോർഡ് ചെയ്ത വചനം അവര് ഓഫാക്കുക. അങ്ങനെ ദൈവവചനം ആദരിക്കുന്ന ഒരു വ്യക്തി രാവിലെ എഴുന്നേറ്റാൽ ആദ്യം കേൾക്കുന്നത് വചനം. നമ്മുടെയൊക്കെ കൈയെത്തുന്നത് ഫോണിലേക്കാണ്. ഇനി അതിനകത്ത് ആരെങ്കിലും വിളിച്ചതിന്റെ മിസ് കോൾ ഉണ്ടോ, മെസ്സേജ് വിട്ടിട്ടുണ്ടോ, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. യാതൊരു അങ്ങനെയല്ല. ദൈവവചനം കേട്ടിട്ടേ മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് അവർ പോകത്തുള്ളൂ. പക്ഷെ ഒരു യുവാവ്, ഒരു കൊല്ലംകാരൻ യുവാവാണ്. ഞാൻ കണ്ടതാണ് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ബൈബിള്. അത് താളുകളൊക്കെ കീറി താഴെ വീഴാൻ തുടങ്ങുന്നു. ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പുത്തൻ ബൈബിള് വാങ്ങിച്ച. അത് പുള്ളി ഉപയോഗിച്ച് 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 അവസ്ഥയിലെത്തിയതാണ്. അതനുസരിച്ച് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വചനത്തിന്റെ നിറവുണ്ട്. അദ്ദേഹം പറയുന്ന ഏത് കാര്യത്തിലും, വേണമെങ്കിൽ ഏത് പ്രശ്നം വന്നാലും അതിന് പരിഹാരം പറയുമ്പോൾ അതിന് വചന നനവുണ്ട്. അത്രമാത്രം വചനത്തെ ആദരിച്ച് ഏതാണ്ട് 7 പ്രാവശ്യമെങ്കിലും ബൈബിള് ആദ്യം മുതൽ അവസാനം വരെ വായിച്ച ഒരു വ്യക്തിയാണ്. ഇവരെല്ലാം ചെയ്തത് ദൈവവചനത്തെ ആദരിച്ചു എന്നുള്ളതാണ്. അതിൻ്റെതായിട്ടുള്ള ഉത്കർഷം, അഭിവൃദ്ധി അവരുടെ ജീവിതത്തിൽ കാണപ്പെടുകയും ചെയ്തു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 124 വായിക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് കർത്താവിന്റെ വചനത്തെക്കുറിച്ച്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: വേർഡ് ഓഫ് ഗാഡ് ഈസ് ദ പവർ ഓഫ് ഗാഡ് ദാറ്റ് ക്യാൻ സേവ് യുവർ സോൾ. ദൈവവചനം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ സ്വരമാണ്. അതിന് നിന്റെ ആത്മാവിനെ രക്ഷിക്കാൻ പോലും ശക്തിയുണ്ട്. സങ്കീർത്തനം 29 4-ാമത്തെ വചനം എടുത്താൽ കർത്താവിന്റെ സ്വരത്തിന് ശക്തിയുണ്ട്. നമ്മെ രക്ഷിക്കാനും സുഖപ്പെടുത്താനുമുള്ള ശക്തിയുണ്ട് എന്നുള്ളത് ഈ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാണാൻ പറ്റും. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ, ഒരു 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ കാര്യം, വചനം നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലേലും. ചില മരുന്നൊക്കെ കഴിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, പക്ഷെ അത് കഴിച്ചേ പറ്റൂ. കയ്പുള്ള മരുന്ന്, ഇറക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ നോക്കും. ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത്, ആ സമയത്ത് ഇച്ചിരി വേദന ഉണ്ടാവും, പക്ഷെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. ആ വേദന സന്തോഷത്തോടെ എടുക്കാറുണ്ട്. കാരണം അത് നമുക്ക് ആവശ്യമാണ്. എന്ന് പറഞ്ഞ പോലെ ദൈവവചനം നമുക്ക് ആവശ്യമാണ്. എനിക്ക് സൗകര്യമുള്ളപ്പം വായിക്കണമെന്ന് തോന്നുമ്പം ഞാൻ പോയാൽ മാത്രം പോരാ, അതിനുവേണ്ടി അല്ലാത്തപ്പോഴും നമുക്ക് ഇതാവശ്യമാണ്. റോമാലേഖനം 10-ാം അധ്യായം 14 മുതൽ വായിക്കുമ്പോൾ ഈ കാര്യം വ്യക്തമാണ്. നമുക്ക് വചനം വേണം. വചനം കേൾക്കുമ്പോഴാണ് വിശ്വാസം ഉണ്ടാവുക. വിശ്വാസം വളർന്നു കഴിയുമ്പോഴാണ് അത് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത് എന്നുള്ളത് ഈ വചനഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായം 11-ാമത്തെ വചനം വായിച്ചാൽ അവിടെ ഒരു ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നു. ഭക്ഷണ വറുതിയോ ദാഹജലം കിട്ടാതെയുള്ള വറുതിയോ അല്ല, അത് ഇതിനേക്കാൾ ഭേദമെന്നാണ് പറഞ്ഞത്. വചനമില്ലാത്ത വറുതി, വചന ദാരിദ്ര്യം, ഇത് ദൈവമക്കൾ അനുഭവിക്കേണ്ട ഒരു കാര്യമല്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വചന സമൃദ്ധി ഉണ്ടാകാൻ എന്ത് എളുപ്പം. ഒരു ബൈബിള് നമ്മൾ വാങ്ങിച്ച് അത് വായിക്കാൻ തുടങ്ങിയാൽ വചന സമൃദ്ധി നമ്മുടെ ഹൃദയത്തിലുണ്ടാകില്ലേ? ദൈവവചന പ്രഘോഷണങ്ങൾ കേൾക്കാൻ നമ്മൾ തയ്യാറായാൽ വചന സമൃദ്ധി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകില്ലേ? കൊളോസസ് 3-ാം അധ്യായം 16-ാമത്തെ വചനം പറയുന്നുണ്ട്, നാം എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യം വചന സമൃദ്ധി. അത് ഹൃദയത്തിനുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക. ഈ പഠിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, അങ്ങനെ ഏത് കാര്യം ചെയ്യുമ്പോഴും വചന സമൃദ്ധി ഹൃദയത്തിനുണ്ടെന്ന് ഉറപ്പാക്കുക എന്നുള്ളത് വചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2-ാമത്തെ കാര്യം, വചനം നമുക്ക് സമീപസ്ഥമാണ് എന്നുള്ളത് കൃത്യമായിട്ട് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത് വചനം ദൈവമാണ്. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനം പറയുന്നത് വചനം നമുക്ക് സമീപസ്ഥമാണ്. അത് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ അധരത്തിലുമുണ്ട്.
ദൈവത്തോട്, ദൈവവചനത്തോട് ചേർന്ന് നിൽക്കാനും വചനം ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം പറയുക. യോഹന്നാൻ 1:14 വായിച്ചാൽ, വചനം മാംസം ധരിച്ച് ഈ ലോകത്ത് അവതരിച്ചവനാണ് യേശുക്രിസ്തു. ആ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവര് വചന സമൃദ്ധിയിൽ ജീവിക്കുന്നവരായി മാറും. മൂന്നാമത്തെ കാര്യം, ദൈവവചനം നമ്മൾ എങ്ങനെ എടുക്കണം, ബൈബിള് നമ്മൾ എങ്ങനെ വായിക്കണം, ഇതെല്ലാം കർത്താവിന്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, വിനയത്തോടെ വചനം വായിക്കണം, വചനം ഹൃദയത്തിലേക്ക് എടുക്കണം. ഇത് യാക്കോസ്ലീഹ 1:21 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിനയപൂർവ്വം വചനം സ്വീകരിക്കുന്നവരുടെ ആത്മരക്ഷ സാധ്യമാകും. വിനയപൂർവ്വം. ലൂക്കാ 14:11, 18:14 വായിച്ചാൽ അവിടെ പറയുന്നുണ്ട്, തന്നെ ഉയർത്തുന്നവർ താഴ്ത്തപ്പെടും, പക്ഷേ താഴ്ത്തുന്നവരോ ദൈവത്താൽ ഉയർത്തപ്പെടും. മറ്റൊന്ന്, വിറയലോടെ ദൈവവചനം എടുക്കാൻ നമുക്ക് പറ്റണം. യെശയ്യാ 66:2 വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്, വിറയലോടെ അവിടുത്തെ സമീപിക്കുക, അവിടുത്തെ പാദം ചുംബിക്കുക, അവിടുത്തെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. സങ്കീർത്തനം 2:12 വചനത്തിലും ഇതേ കാര്യം പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ വിനയപൂർവ്വം ദൈവത്തിന്റെ വചനത്തെ സമീപിക്കണം. മൂന്നാമത്തേത്, വിശ്വാസത്തോടെ വചനം എടുക്കണം. അത് ഹെബ്രായ ലേഖനം 4:2 വായിച്ചാൽ, വിശ്വസിക്കുന്നില്ലെങ്കിൽ വചനം ഫലം പുറപ്പെടുവിക്കില്ല. കേൾക്കുന്ന വചനം വിശ്വസിക്കുന്നവരിലാണ് വചനം ഫലസംദായകമായി മാറുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയണം. ഹോശേയയുടെ പുസ്തകം 6:3 വചനം മറ്റൊരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഏകാഗ്രതയോടെ വചനം സ്വീകരിക്കണം. അലക്ഷ്യമായിട്ട് വചനം കേട്ടാൽ, ബൈബിൾ വായിച്ചാൽ വലിയ ഫലമൊന്നും നമുക്കുണ്ടാകണമെന്നില്ല. ഏകാഗ്രത, ഫോക്കസ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്നാണ്, ദാഹത്തോടെ വചനം സ്വീകരിക്കണം. യെശയ്യാ 55 ആദ്യ വചനങ്ങൾ പറയുന്നത്, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരിക. ബൈബിൾ വായിക്കാനും വചനം കേൾക്കാനും ഒക്കെ നമുക്കൊരു ദാഹമുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറും. മറ്റൊന്ന്, അതീവ താല്പര്യം വചനത്തോട് നമുക്കുണ്ടാകണം. ഒരു അഭിനിവേശം വചനത്തോടുണ്ടെങ്കിൽ നമുക്ക് അത് വലിയ നേട്ടമായി മാറും എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 17:11 വചനം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ബെറോയയിലെ ഇത് യഹൂദരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവര് വലിയ താല്പര്യത്തോടെ, അതീവ താല്പര്യത്തോടെയാണ് അവർ വചനം സ്വീകരിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകം 6:11 വചനം എടുത്താലോ, ദൈവവചനത്തോട് അഭിനിവേശം ഉണ്ടാകട്ടെ, അങ്ങനെയുള്ളവർക്ക് ജ്ഞാനത്തിന്റെ അഭിഷേകം ലഭിക്കും എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, വചനം നമുക്ക് നൽകുന്ന ചില നേട്ടങ്ങൾ, വചനത്തിന്റെ സൽഫലങ്ങൾ. ലൂക്കാ 11:28 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വചനം കേൾക്കുന്നവരും അത് ജീവിക്കുന്നവരും ഭാഗ്യവാന്മാർ. നമ്മളെ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്നതാണ് കർത്താവിന്റെ വചനം. 2 തീമോത്തി 3:16, ദൈവവചനം നമുക്ക് പ്രബോധനം നൽകും. മറ്ററിവിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് വചനത്തിലൂടെയാണ്. സുഭാഷിതങ്ങൾ 30:5 വായിച്ചാൽ, വചനം നമുക്ക് കവചമായി മാറും, സംരക്ഷണം നൽകും. ജ്ഞാനം 16:12 വായിച്ചാൽ, വചനം നമുക്ക് സൗഖ്യം നൽകും എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ജെറമിയ 15:16 വായിച്ചാൽ, ദൈവവചനം നമുക്ക് ആനന്ദം പകരും. സന്തോഷത്തെക്കാൾ കൂടിയൊരു കാര്യമാണ് ആനന്ദം എന്ന് പറയുന്നത്. ജെറമിയ 23:29 വായിച്ചാൽ, വചനം നമുക്ക് ശുദ്ധീകരണം നൽകും. അത് ശുദ്ധീകരിക്കുന്ന അഗ്നിയും പാറയെ തകർക്കുന്ന കൂടവുമാണെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവസാനത്തേത്, ദൈവവചനം നമുക്ക് നിത്യജീവൻ പോലും നൽകും. യോഹന്നാൻ 5:24 കാതലായ സന്ദേശം അതാണ്. നമുക്ക് വചനം ആദരിക്കുന്നവരായി മാറാം. അതിലൂടെ അഭിവൃദ്ധി, പ്രത്യേകിച്ച് ആത്മീയ അഭിവൃദ്ധി സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിച്ച് നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. വചന പ്രഘോഷകരായിട്ടുള്ള എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ പ്രത്യേകം സമർപ്പിച്ചവർക്ക് വഴി തെറ്റാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലവനും ലോകരക്ഷകനുമായ ദൈവമേ, ഈ നോമ്പുകാലം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്തു നേടി എന്നരുൾ ചെയ്ത ദൈവമേ, ആത്മീയ നന്മകളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ആത്മരക്ഷ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുകയും ഈ ആരാധനയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ നിറവേറ്റി തരികയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് കൈക്കൊണ്ട് ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.